ശ്രീ ഷാബു പ്രസാദ് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, നോക്കൂ, ലേബർ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ഈ വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഓരോ ആളുകളെയും ബാധിക്കുന്ന വിഷയമാണ്. ഓഹരി വിൽപ്പന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ ഉൾപ്പെടെ, തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉണ്ട്. തൊഴിലാളികൾക്ക് അതുമായി ബന്ധപ്പെട്ട് സമരത്തിലേക്ക് യൂണിയനുകൾ പോകുന്നത് നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഒരു ചർച്ചയ്ക്കും വഴി തുറന്നില്ല എന്ന സാഹചര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകാൻ അവർ നിർബന്ധിക്കപ്പെടുകയായിരുന്നില്ലേ? ഇല്ല, ഒരു കാര്യമുണ്ടേ, ഈ സർക്കാർ ഇനിയിപ്പൊ എന്ത് തലകുത്തി മറിഞ്ഞാലും എന്ത് ചെയ്താലും ഇവർ ഈ പണിമുടക്ക്, ഈ ആഭാസം കാണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന, ഇവർ പറഞ്ഞിരിക്കുന്ന ഈ താല്പര്യങ്ങളൊന്നുമല്ല ഈ പണിമുടക്കിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അവർക്ക് പണിമുടക്കണം, അവരുടെ ശക്തി ഇങ്ങനെ ഞങ്ങൾ ഈ നാട്ടിൽ തന്നെയൊക്കെ ഉണ്ട്, ഞങ്ങൾ പണിമുടക്കും ഹർത്താലും അക്രമമൊന്നും മറന്നിട്ടില്ല എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇതിന്റെ പിന്നിലില്ല. ബാക്കിയുള്ള എല്ലാം എന്തോ കോർപ്പറേറ്റ് വിരുദ്ധത, തൊഴിലാളി സ്നേഹം, ഇതെല്ലാം ഇവരുടെ മറ മാത്രമാണ്. ഇവർക്ക് ഈ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി അവരുടെ തെരഞ്ഞെടുപ്പാണ് വരുന്നത്, അവരുടെ ആ രാഷ്ട്രീയ ശക്തി പ്രകടനം അവർക്ക് നടത്തണം. അത് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഈ പണിമുടക്ക് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഇത് ആത്യന്തികമായിട്ട് അഫക്ട് ചെയ്തത് ആരെയാണ്? ഈ കേരളത്തിൽ ഈ ചെറിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡിൽ ഈ 600 കിലോമീറ്ററിൽ അല്ലാതെ ഈ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചലനം ഇതിനുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ശ്രീ ഷാബു പ്രസാദ്, രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങളും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് നേരെ പ്രകടനങ്ങളും ധർണയും ഒക്കെ നടന്നു. ആ രീതിയിൽ രാജ്യം ഒട്ടുക്കും ഈ പ്രതിഷേധം പ്രതിഫലിച്ചു. പക്ഷേ ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ അത് ബന്ദിന്റെ രൂപം പ്രാപിച്ചു എന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ മാത്രമല്ല സമരം നടന്നത്. അല്ല, ഞാനല്ല, ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ ഈ ലോകത്ത് കണ്ണു പറഞ്ഞ് ജീവിക്കുന്നവരല്ലേ രേണുക. ഇതെന്താ ആർക്കും ഇവരാരെ ഈ പൊട്ടന്മാരാക്കുന്നത്? ഇവർ ഇത്ര വലിയ ഈ തൊഴിലാളി സ്നേഹമുള്ളവർ, ഈ ഇവര് തൊഴിലെടുക്കാൻ പോകുന്നവരെയാണ് ഇത് ഓടിച്ചിട്ടടിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കുക, പണി മുടക്കാൻ ഇവർക്ക് അവകാശമുള്ളത് പോലെ തന്നെ പണി മുടക്കാതിരിക്കാനും അവനവന്റെ ജോലി ചെയ്യാനുള്ള അവകാശവും ഈ നാട്ടിലുണ്ട്. ആ അവകാശം നിഷേധിച്ചുകൊണ്ട് ഈ കാണിക്കുന്ന ഗുണ്ടായുസത്തിന് സമരം എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർക്കിച്ചു തുപ്പാനാണ് തോന്നുന്നത്. ഇവർക്ക് എന്ത് അവകാശമാണ് ഇവിടെ ഓടുന്ന ബസ്സിനെ തടയാൻ? ഇവർക്ക് എന്ത് അവകാശമാണ് ഗോഡൌണുകളിൽ കയറി, തുറന്ന ഷോപ്പുകളിൽ കയറി, തുറന്ന കടകളിൽ, മാർക്കറ്റുകളിൽ കയറി ഈ അക്രമം നടത്താൻ എന്ത് അവകാശം അവർക്കുള്ളത്? ഇവർക്കുള്ള അതേ അവകാശം, ഇവരുടെ അതേ അവകാശം, പണി മുടക്കാനുള്ള ഇവരുടെ, നിങ്ങൾ മുടക്കിക്കോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ അതേപോലെ തന്നെ ജോലി ചെയ്യാനും ഇവിടെ അവകാശമുണ്ട്. ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ് സർക്കാർ പണിമുടക്കിനോട് സഹകരിക്കണമെന്ന്. സൗകര്യമില്ല സഹകരിക്കാൻ. അങ്ങനെ കുറച്ചു പേർക്ക് എന്താ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമില്ല? ശ്രീ ഷാബു പ്രസാദ്, തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തുമ്പോൾ അതിൽ ചർച്ചകൾ ഉണ്ടാകണം, അതിൽ പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം. അല്ലാതെ അതിന് മുന്നിൽ കണ്ണും പൂട്ടി നിൽക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല. ഒരു തരത്തിലും ന്യായമില്ലാത്ത തികച്ചും രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേരെ പോയി പണി നോക്കാൻ പറയാൻ സർക്കാരിനും അവകാശമുണ്ടെന്നേ. ഒരു ശ്രീ ഷാബു പ്രസാദ്, മൻമോഹൻ സിംഗിന്റെ കാലത്ത് തുടങ്ങിയതാണ് ഈ സമരം. അത് നവ ഉദാരവൽക്കരണ നയങ്ങൾ, അതിനെതിരെ തുടങ്ങിയ ദേശീയ പണിമുടക്കുകളാണ്. ഇപ്പോൾ 22ാമത് പണിമുടക്കാണ് ഈ നടക്കുന്നത്. അന്ന് BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒരുമിച്ചാണ് സമരം ചെയ്തത്. ഇപ്പോൾ മോദി വന്നതുകൊണ്ട് മിണ്ടാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് എന്റെ നിലപാടാണ്, വേറെ ആരുടെയല്ല. ഞാൻ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെ അനുഭാവം കാണിക്കുന്ന സംഘടനയുടേത് ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഒരുമിച്ചായിരുന്നു ഈ സമരമുഖത്തുണ്ടായിരുന്നത് എന്നത് പറയാണ്. അവരും സമരം ചെയ്തതാണ്. ഈ 11 വർഷമായിട്ട് അവർ സമരരംഗത്ത് ഇല്ലാതുള്ളൂ. ഇവിടെ ഇടയ്ക്ക് പറയണ്ട, ഞാൻ പറയുമ്പോ ഇയാൾ ഇടയ്ക്ക് പറയണ്ട. ഇവിടെ ആ സെക്രട്ടേറിയറ്റിനിടെ ഈ പാവപ്പെട്ട കുറച്ച് സ്ത്രീകൾ എത്ര മാസങ്ങളായിട്ട് സമരം ചെയ്ത് കിടക്കുന്നു. അവരൊരു അക്രമത്തിനും പോയിട്ടില്ല, അവരൊരു വണ്ടി തടയാനും പോയിട്ടില്ല, അവരാരെയും കുലഭ്യം പറയാനും പോയിട്ടില്ല. എന്താ ഇവർക്ക് കണ്ടില്ലേ, കേൾക്കാൻ കാതില്ലേ? എന്താണ് അതെന്താ സമരമല്ലേ?
അതെന്താ സമരമല്ലേ? ഇവിടെ ഈ കേരളത്തിൽ നമ്മുടെ കാൽക്കീഴിൽ ന്യൂസ് 18 സ്റ്റുഡിയോയുടെ മൂക്കിന് കീഴിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ കാണിക്കുന്നത് സംഘടിത ഗുണ്ടായുസമാണ്. സംഘടിത ഗുണ്ടായുസമാണ് ഈ കാണിക്കുന്നത്. BMS ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. ഇവിടെ സർക്കാർ മുഖം തിരിച്ചുവെങ്കിൽ അവരെ കൂടി തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ സമരം എന്നത് ഓർക്കണം. അങ്ങനെ താങ്കൾ ആശ്വാസന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞതെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സമരം എന്ന കാര്യം ഞാൻ താങ്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരു ഇടവേള നമുക്ക് അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം